പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ പുതിയ ദിവസത്തിനായി സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയ ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സ്നേഹവാനായ സ്വർഗീയ പിതാവ്, കൃപയും കരുണയും മനസ്സലിവും ദയുള്ള ദൈവം തൻ്റെ കൃപയാൽ നമുക്കൊരു പുതിയ ദിവസം കൂടി ദാനമായി നൽകി. ഓരോ ദിവസവും ഏറ്റവും പുതിയതാണ്, ഏറ്റവും മനോഹരമാണ്, ഏറ്റവും ശ്രേഷ്ഠമാണ്. ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോഴാണ് അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറുന്നത്. ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവം തൻ്റെ അളവറ്റ കൃപ പകരുകയും ആ കൃപ അവനെ നിലനിൽക്കുന്ന നിത്യ തേജസ്സിനെ ലാക്കാക്കി നടപ്പാനും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനും ജീവിതത്തെ ക്രമപ്പെടുത്തുവാനൊക്കെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ആ വ്യക്തിയെ ശക്തനാക്കുന്നു. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കുവാനും ജയിക്കുവാനും തക്കവണ്ണം സ്വർഗീയ ജ്ഞാനം കൊണ്ട് ആ വ്യക്തിയെ ദൈവം നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നാമും ദൈവത്തോട് ചേർന്ന് നടക്കുന്ന വ്യക്തിത്വങ്ങളായി തീരുവാൻ, ദൈവാത്മാവിനെ നയിക്കപ്പെടുവാൻ, ഉയരത്തിലുള്ളത് കാണുവാൻ, നിലനിൽക്കുന്ന നിത്യതയിലാക്കി ജീവിക്കുവാനൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യെഹെസ്കേലിൻ്റെ പ്രവചനം അതിൻ്റെ 7-ാം അധ്യായം 13-ാം വാക്യവും 24-23 അവിടെ ഇങ്ങനെ പറയുന്നത്: അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തനും ശക്തി പ്രാപിക്കുകയില്ല. മാത്രമല്ല 24-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങളിൽ തന്നെ ക്ഷയിച്ച് ഞരങ്ങും. അപ്പോൾ ഇവിടെ പറയാണ്, അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തനും ശക്തി പ്രാപിക്കില്ല. നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ അകൃത്യങ്ങളിൽ നിന്നും പിന്തിരിയുന്ന ഒരു വ്യക്തിത്വങ്ങളായിട്ട് നാം മാറണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം നമ്മുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ കാര്യങ്ങളെ കാണുമ്പോൾ ഒരിക്കലും അകൃത്യമായിട്ട് തോന്നത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമാണ് നമ്മൾ ഏതെല്ലാം മേഖലകളിലാണ് അകൃത്യങ്ങളിൽ ജീവിക്കുന്നതെന്നും എന്തെല്ലാം അകൃത്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്നത് എന്ന് നമ്മെ മനസ്സിലാക്കി തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ദൈവവചനത്തെ സമീപിക്കുമ്പോഴാണ്. കാരണം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ് നമ്മളിലുള്ള കുറവുകളെ വെളിപ്പെടുത്തി തരുന്നത്. ദൈവവചനം നമ്മളിലുള്ള കുറവുകളെ വെളിപ്പെടുത്തി തരുമ്പോൾ അകൃത്യങ്ങളിൽ നിന്നും നാം തിരിയണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത്, അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തരും ശക്തി പ്രാപിക്കത്തില്ല. ദൈവവചന അനുസരണത്തിൽ കൂടി അകൃത്യങ്ങളിൽ നിന്നും തിരിയുന്ന വ്യക്തികളാണ് ശക്തി പ്രാപിക്കുന്നത്. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ അവിടെ യേശു കർത്താവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി ദൈവാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി സാത്താൻ പരീക്ഷിക്കേണ്ടതിന് പലവിധമായിട്ടുള്ള പരീക്ഷകളിൽ കൂടി കടത്തിക്കൊണ്ടുപോകാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ നടുവിൽ കൃത്യതയോടുകൂടി ദൈവവചനത്തിനൊത്തവണ്ണം കാര്യങ്ങൾ ചെയ്യുന്ന യേശുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നമുക്ക് മാതൃക കാണിച്ചു തന്നാണ്. സാഹചര്യങ്ങളുടെ നടുവിൽ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, എങ്ങനെയാണ് അതിനെ ജയിക്കേണ്ടത്, വചനത്താൽ എങ്ങനെ പിശാചിനെ ജയിക്കാനായിട്ട് സാധിക്കുമെന്ന് യേശു കർത്താവ് നമുക്ക് കാണിച്ചു തരികയായിരുന്നു. മാത്രമല്ല, അതിനെല്ലാം ജയിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ പറയുന്നുണ്ട്, യേശു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ലഭിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവവചനത്തെ കൃത്യമായിട്ടുള്ള അനുസരണത്തിലേക്ക് നമ്മൾ വരണം. ദൈവവചനത്തിനോടുള്ള നമ്മളുടെ സമീപനം ദൈവം കാണുന്നത് പോലെ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് ഇവിടെ പറയാണ്, അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തനും ശക്തി പ്രാപിക്കില്ല. അതുകൊണ്ട് ദൈവവചനം പറയുന്നത്, നീ എൻ്റെ വചനത്തിനോടൊന്നും കൂട്ടരുത്, കുറയ്ക്കരുത്. വചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ അത് അകൃത്യത്തിലേക്ക് നമ്മെ നയിക്കും. അത് നമ്മളിൽ ദൈവശക്തി അല്ലെങ്കിൽ ദൈവീ ജീവൻ, ദൈവ തേജസ് നഷ്ടപ്പെടുത്തുന്ന വ്യക്തിത്വങ്ങളായി മാറിപ്പോകും. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ് ദൈവവചനാനുസരണത്തിൽ കൂടി അകൃത്യങ്ങളിൽ നിന്ന് തിരിഞ്ഞ് ദൈവശക്തി പ്രാപിക്കുന്ന വ്യക്തിത്വങ്ങളായി തീരണം. മാത്രമല്ല, അത്തരത്തിൽ ഒരു ജീവിതത്തിലേക്ക് ഒരു വ്യക്തി കയറി വരുന്നില്ല എങ്കിൽ 24-ന്റെ 23 പറയണം, നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങളിൽ തന്നെ ക്ഷയിച്ച് ഞരങ്ങും. നമ്മളുടെ അകൃത്യങ്ങൾ നമ്മളെ ക്ഷയിപ്പിക്കും എന്ന് പറഞ്ഞാൽ അത് നമ്മളുള്ള ആത്മീയ, ശാരീരിക, മാനസികമായിട്ടുള്ള തലങ്ങൾ ക്ഷയിപ്പിക്കും. എന്നാൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മളിലുള്ള അകൃത്യങ്ങളെ, നമ്മളിൽ മറഞ്ഞു കിടക്കുന്ന സ്വമേധ പാപങ്ങളെ, ആദാമ്യ പാപപ്രകൃതങ്ങളെ ഒക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ അതിനോടുള്ള നമ്മളുടെ സമീപനം ദൈവം കാണുന്നത് പോലെ കാണുവാനും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനും അകൃത്യങ്ങളിൽ നിന്ന് തിരിവാനുമാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഞരങ്ങിപ്പോവുകയല്ല, മറിച്ച് നമ്മൾ ഓരോ ദിവസവും തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ആ പുത്രനായ യേശുവിൻ്റെ അതേ പൂർണ്ണതയിലേക്ക് വളർന്നു വരുവാൻ ഇടയായിത്തീരും.
അതുകൊണ്ട് ഇവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങളിൽ തന്നെ ക്ഷയിച്ചു ഞരങ്ങും. അപ്പോൾ അകൃത്യങ്ങളിൽ നിന്നും തിരിയാത്തൊരു വ്യക്തി അതിൽ ക്ഷയിക്കും, ഞരങ്ങിക്കൊണ്ടിരിക്കും. പലവിധമായ വിഷയങ്ങൾ ആ വ്യക്തിയെ അലട്ടുമ്പോൾ ദൈവവചനാനുസരണത്തിലേക്ക് വരാതെ ഇരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പലവിധമായ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ വചനവിരുദ്ധമായിട്ടുള്ള പാപ സ്വഭാവങ്ങളെ, മുറുകെ പറ്റുന്ന പാപങ്ങളെ, ജഡ സ്വഭാവങ്ങളെ എല്ലാം നീക്കിക്കളയുന്ന വ്യക്തിത്വങ്ങളായി നമ്മൾ മാറണം. അത് നമ്മളെ ദൈവ ജീവനിലേക്കും തേജസ്സിലേക്കും വിശുദ്ധിയിലേക്കും ദൈവശക്തിയിലേക്കും ദിവ്യ സ്വഭാവത്തിലേക്കും ഒക്കെ നമ്മളെ നടത്തുവാനായിട്ട് ഇടയായിത്തീരും. തുടർന്ന് അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന വ്യക്തിത്വങ്ങളായിട്ടല്ല, അകൃത്യത്തിൽ നിന്നും തിരിയുന്ന ഒരു വ്യക്തിക്ക് എന്താണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യമാണ് അപ്പസ്തോല പ്രവൃത്തികളിൽ 3-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുന്നത്. അവിടെ പറയാണ്, ദൈവം യേശുവിനെ എഴുന്നേൽപ്പിച്ചു. എന്തിനു വേണ്ടിയാ? ഓരോരുത്തനെ അവനവൻ്റെ അകൃത്യങ്ങളിൽ നിന്നും തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവൻ അയച്ചിരിക്കുന്നു. അപ്പോൾ ഓരോരോ അകൃത്യത്തിൽ നിന്നും നാം തിരിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആത്മീയവും ശാരീരികവും മാനസികവും ഭൗതികവുമായിട്ടുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നിറയുവാനായിട്ടിടയായിത്തീരും. കാരണം പല മനുഷ്യരും ചിന്തിച്ചിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ നന്മകൾ ലഭിക്കുന്നത് മാത്രമാണ് അനുഗ്രഹമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, സമ്പത്തും വസ്തുവകകളും മാത്രമല്ല അനുഗ്രഹം എന്ന് പറയുന്നത്. നമ്മൾക്ക് ശാരീരികമായിട്ട് സൗഖ്യം വേണം, മാനസികമായിട്ട് സ്വസ്ഥതയും സമാധാന സന്തോഷം വേണം, ആത്മീയ ജീവൻ്റെ സമൃദ്ധി വേണം. അതുപോലെ എല്ലാ മേഖലകളിലും നാം ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിന് നമ്മെ സഹായിക്കുന്നത് അകൃത്യത്തിൽ നിന്നും തിരിയുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്വയമായിട്ട് അകൃത്യത്തിൽ നിന്നും തിരിയാൻ സാധിക്കത്തില്ല. കാരണം ആദാമ്യ പാപപ്രകൃതം നമ്മെ നിയന്ത്രിക്കുന്ന പല ശക്തികളിൽ മൂലം അകൃത്യത്തിൽ നിന്നും തിരിയാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കും ഇത് തെറ്റാണ്, ഈ തെറ്റിൽ നിന്നും തിരിയണം എന്ന് വിചാരിച്ചാൽ പോലും അതിൽ നിന്നും തിരിയാൻ പറ്റത്തില്ല. എന്നാൽ ഇവിടെ പറയാണ്, നമ്മെ അകൃത്യത്തിൽ നിന്നും തിരിച്ച് നമ്മളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ എഴുന്നേൽപ്പിച്ചു. അപ്പോൾ എഴുന്നേൽപ്പിച്ചെന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ എല്ലാ പ്രവൃത്തികളെയും അഴിപ്പാൻ വേണ്ടിയാണ് യേശു വന്നത്. നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ മേൽ പകർന്നിട്ട് ദൈവവചന അനുസരണത്തിൽ കൂടി യേശു ജീവിച്ചതുപോലെ ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുകയും നമ്മൾ ദൈവവചനത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അകൃത്യങ്ങളിൽ നിന്നും തിരിഞ്ഞ് ദൈവവചന അനുസരണത്തിൽ കൂടി നമ്മൾ നടക്കുമ്പോൾ, ഇവിടെ പറയണം, അകൃത്യത്തിൽ നിന്നും നിങ്ങളെ തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവൻ അയച്ചിരിക്കുന്നു. അപ്പോൾ അകൃത്യങ്ങളിൽ നിന്നും നമ്മൾ തിരിയുന്നതാണ് അനുഗ്രഹം. അതിനായി നമ്മെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്, യേശു കർത്താവാണ്, പരിശുദ്ധാത്മാവാണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. പലപ്പോഴും പല അകൃത്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ രസിക്കുന്ന മേഖലകളായിരിക്കാം. എന്നാൽ പ്രിയമുള്ളവരെ, ആ രസങ്ങൾ അല്ലെങ്കിൽ നമ്മൾ രസിക്കുന്ന പല മേഖലകൾ സാരമില്ല, കുഴപ്പമില്ല, ഇത് എല്ലാവരും ചെയ്യുന്നതല്ലേ എന്നുള്ള ചിന്തകളിൽ നാം ജീവിച്ചാൽ, തുടർന്നാൽ അത് നമ്മെ ദൈവിക അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി തീരും. ശക്തി ലഭിക്കത്തില്ല, നാശത്തിലേക്ക് കൊണ്ടുപോകും. അല്പം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു എന്ന് ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ, അകൃത്യമാകുന്ന പുളിപ്പിനെ നീക്കിക്കളയുവാൻ, കയ്പും പകയും വെറുപ്പാകുന്ന പുളിപ്പിനെ നീക്കിക്കളയുവാൻ, ജഡിക സ്വഭാവങ്ങളാകുന്ന മുറുകെ പറ്റുന്ന പാപങ്ങളാകുന്ന അകൃത്യങ്ങളെ നീക്കിക്കളയുവാനൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അങ്ങനെ നമ്മൾ പുത്രനായ യേശുവിൻ്റെ അതേ സ്വരൂപത്തോട്, സ്വഭാവത്തോട് അനുരൂപമായി തീരുകയും നമ്മുടെ ഭവനങ്ങളിൽ വലിയ ഐക്യതയും സ്നേഹവും സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാവുകയും, പ്രത്യേകാൽ ഭാര്യ-ഭർത്തൃ ബന്ധം, മക്കളോടും അമ്മയപ്പന്മാരോടും സഹോദരങ്ങളോടും കൂട്ടായ്മകളൊക്കെ ഏറ്റവും മനോഹരമായി തീരുവാനായിട്ട് അകൃത്യത്തിൽ നിന്നും തിരിയുന്ന വ്യക്തികളെ ദൈവം സഹായിക്കുകയും ബന്ധങ്ങൾ ഏറ്റവും ഊഷ്മളമായി തീരുകയും എല്ലാവിധമായിട്ടുള്ള നന്മകളാൽ ദൈവം നിറയ്ക്കുകയും അതിലെല്ലാം ഉപരിയായി ആ വ്യക്തികൾ തേജസ്സിൽ നിറയുവാനായിട്ട് ഇടയായിത്തീരും. അവരെ കാണുന്നവർ ഇത് കർത്താവിൻ്റെ തേജസ് കാണുന്ന അളവിലേക്ക് കയറി വരുവാനിടയായിത്തീരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാമും ഈ ഒരു അളവിലേക്ക് കയറി വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ സമയം തക്കത്തിൽ വിനിയോഗിക്കണം. ഇത് ദുഷ്കാലമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം നമുക്ക് അനുഭവിച്ചിരുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ നമ്മളുടെ ഇഷ്ടങ്ങളിൽ നടക്കുവാനല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ തന്നെ അകൃത്യങ്ങളെ നീക്കിക്കളഞ്ഞുകൊണ്ട് പുത്രനെ, വിശ്വാസൻ്റെ നായകനെ പൂർത്തി വരുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി നമ്മളുടെ ഓട്ടം തികയ്ക്കുവാനും തേജസ് പ്രാപിപ്പാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവ് സ്വർഗ്ഗീയ പിതാവേ, അളവറ്റ കൃപയും കരുണയും സ്നേഹം ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവമേ, അങ്ങ് ഞങ്ങളെ എത്രയധികം സ്നേഹിക്കുന്നു. കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ കൂടി ഞങ്ങളെ വഴി നടത്തുമ്പോൾ, പാപത്തിൽ നിന്നും അകൃത്യങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ തിരിക്കുമ്പോൾ, അത് ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണെന്ന് തിരിച്ചറിയാതെ കൊണ്ട് ഞാനുള്ളൊരു ഹൃദയം നൽകണം കർത്താവെ. ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെ അനുഗ്രഹിക്കുകയും
ദൈവവചനത്തിൻ്റെ അനുസരണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുമെന്നൊക്കെ കൊണ്ട് അവരെ ബുദ്ധിയെ തുറക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടൻ്റെ ഇരാപ്പെടാതെ കാക്കണം, സമാധാനം കൊണ്ട്, സ്വസ്ഥത കൊണ്ട്, സന്തോഷം കൊണ്ട് നിറയ്ക്കണം, ദൈവവചനത്തോട് വലിയ ദാഹത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങളിൽ ദൈവകരം കൂടിയിരിക്കുകയും ദുഷ്ടൻ്റെ ഇരാപ്പെടാതെ കാക്കുകയും സമാധാനം കൊണ്ട് നിറയ്ക്കുകയും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ചെയ്യുന്ന കൃപകൾക്കാൻ നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.